ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് അതിനെപ്പറ്റി ഒരുപാട് ടെൻഷൻ അടിക്കരുതെന്ന് പറയില്ലേ, അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ടീം ഇന്ത്യയും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ നടക്കാൻ പോകുന്നതിൻ്റെ കാര്യം. ഒരു ഒന്നൊന്നര വർഷം മുമ്പ് മുതലേ ഇന്ത്യ എന്തായാലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കടക്കുമെന്ന് പറയുന്ന അത്രയും ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ലീഡ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ 4-ാം സ്ഥാനം വരെ എത്തി എന്ന് പറയുന്ന ഒരു മേ ബി ഇറ്റ്സ് ഈവൻ ഫെയർ ടു സേ ദാറ്റ് ഒരൊറ്റ ഗെയിമിൻ്റെ പോയിന്റ് സിസ്റ്റം തന്നെ ഇത്രയും മാറ്റിയെന്ന്. അത് തിരിച്ചു പിടിക്കാനുള്ളൊരു സമയമുണ്ട്, ബട്ട് നമുക്ക് അത്രയും എക്സ്പെക്റ്റേഷനിൽ വരണ്ട. വിരാട് കോഹ്ലി പോലും ഫസ്റ്റ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂസിലൻഡിൽ വെച്ച് നമ്മൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ്സിനെ പറ്റി ചിന്തിച്ചു, അവിടെ പണി കിട്ടി. ഇത്തവണ നമ്മൾ ആലോചിക്കുന്നതേ ഇല്ല, ഓസ്ട്രേലിയ ചെയ്ത പോലെ ജസ്റ്റ് ആ ഗെയിം മാത്രം ഫോക്കസ് ചെയ്യുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തിങ്സ് ഡിഡ്ന്റ് ഗോ ഔട്ട് അവർ വേ. ബട്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ലോട്ട് ഓഫ് പോസിറ്റീവ് സ്റ്റോറീസ് ഫ്രം അറൗണ്ട് ദ വേൾഡ് ഓഫ് സ്പോർട്ട് ഈ ആഴ്ചത്തെ സ്പോർട്സ് വീക്കെൻഡ്. സോ ഇൻട്രോയിലെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഒരു കണ്ണ് അല്ലെങ്കിൽ പകുതി ശ്രദ്ധ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ്സിലേക്കാണ്. ബട്ട് ആ പോയിന്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ അല്ല, ഗെയിം ഹാപ്പൻസ് ഓൺ ദ ഗ്രൗണ്ട്. ആൻഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ ഈവൻ ടെസ്റ്റിന്റെ ഹിസ്റ്ററി തന്നെ നോക്കുകയാണെങ്കിൽ നൽകിയിട്ടുള്ള MA ചിദംബരം സ്റ്റേഡിയം, ചെപ്പോക്ക് എന്നറിയുന്ന ചെന്നൈയിലെ ആ ഫേമസ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ആ ഗെയിം നടക്കുന്നത്. ആൻഡ് ടോസ് കിട്ടി ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ആദ്യം ടിപ്പിക്കൽ ഇന്ത്യൻ പിച്ചുകൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചുകളാണ്. പക്ഷേ തുടക്കത്തിലെ 2 ദിവസം അത്യാവശ്യം ബാറ്റ്സ്മാൻമാർക്ക് റൺ സ്കോർ ചെയ്യാവുന്ന ഒരു ഫ്ലാറ്റ് ബെൽറ്റേഴ്സ് കിട്ടാറുണ്ട്. ഇംഗ്ലണ്ട് മെയ്ഡ് മാക്സിമം യൂസ് ഔട്ട് ഓഫ് ദാറ്റ്. ഒരുപക്ഷെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഫസ്റ്റ് ഇന്നിങ്സിൽ കണ്ടപ്പോഴത്തേക്കും പല ആൾക്കാരും ഇത് നെഗറ്റീവ് സ്ട്രാറ്റജിയാണോ, ഈവൻ അവരുടെ സെക്കൻഡ് ഇന്നിങ്സിൻ്റെ ഗെയിമിൽ പോലും നെഗറ്റീവായിട്ട് അവർ ചിന്തിക്കുന്നു, ഡ്രോയ്ക്ക് വേണ്ടി കളിക്കുന്നു എന്നൊക്കെ ആലോചിച്ചു. ബട്ട് ഇറ്റ് വാസ് വെരി ക്ലിയർ. കാരണം ഇംഗ്ലണ്ട് എനിക്ക് തോന്നുന്നു ലോക ക്രിക്കറ്റിൽ ഇത്രയും ടെസ്റ്റ് ക്രിക്കറ്റ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടെമ്പറമെൻ്റ് ഉള്ള വേറൊരു ടീമില്ല ഇംഗ്ലണ്ട്. ഇത് നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ പറഞ്ഞതാണ്. കാരണം ഫോർ എക്സാമ്പിൾ 218 റൺസ് അടിച്ച് അവരുടെ ആ ബാറ്റിംഗ്, അതായത് 578 എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ സ്കോർ. പക്ഷേ ആ സ്കോറിനേക്കാളും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലെ പൊരിയുന്ന വെയിലത്ത് 2 ദിവസത്തിൽ കൂടുതൽ 3-ാമത്തെ ദിവസവും തുടക്കത്തിൽ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അത്രയും ബൗളിംഗ് യൂണിറ്റ് ഇന്ത്യയുടെ ഫുൾ ടീം വെയിലത്ത് നിന്ന് ബൗളർമാർ എറിഞ്ഞെറിഞ്ഞ് അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ക്ഷീണിച്ചു എന്ന് പറയുന്നൊരു വസ്തുതയുണ്ട്. യെസ്, ജോ റൂട്ട് പ്ലേഡ് ആൻ എക്സലന്റ് നോക്ക്, 218, അതും ക്ലാസ് ഷോട്ട്സ്. ഹീസ് എ ബ്രില്യൻ പ്ലെയർ. ആലോചിച്ച് നോക്കുക, ശ്രീലങ്കയിൽ നിന്നാണ് ഇംഗ്ലണ്ട് ടീം ഇങ്ങോട്ട് വരുന്നത്. ശ്രീലങ്കയിൽ ആദ്യത്തെ ടെസ്റ്റിൽ ഒരു ഡബിൾ സെഞ്ചുറിയും സെക്കൻഡ് ഇതിൽ ഒരു ഹൈ സ്കോറിങ് 100 അടിച്ചതിൻ്റെ ആ ഫോം തുടരെ പുള്ളിക്കാരൻ ഇന്ത്യയിലും വന്നിട്ട് ആ 218 കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. വെൽ സപ്പോർട്ടഡ് ബൈ അവരുടെ ഓപ്പണർ കൂടിയായ ഡോം സിബ്ലി, ഹൂ പ്ലേഡ് എ ബ്യൂട്ടിഫുൾ ഇന്നിങ്സ്. 87 റൺസേ അടിച്ചോളൂ. ഒരു സൈഡിൽ ഈ പറയുന്ന ജോ റൂട്ട് സാധാരണയുള്ളേക്കാളും കുറച്ചുകൂടെ നല്ല അറ്റാക്കിംഗ് പേസിൽ കളിച്ചപ്പോഴും ഡോം സിബ്ലി വാസ് ലൈക്ക് ദെയർ. പുള്ളിക്കാരൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് ബോൾ. നമ്മുടെ പുജാര കളിക്കുന്ന പോലത്തെ ഒരു ഇന്നിങ്സ് പുള്ളിക്കാരൻ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യൻ കണ്ടീഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് മാച്ച് പോലെ പുള്ളിക്കാരൻ കളിച്ചു. വെൽ പ്ലേഡ് 87. അവിടെ നിന്ന് പിന്നീട് അറിയാം, നമുക്ക് ലോകത്തെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന് എല്ലാവരും ഒരു വലിയ ശതമാനം എക്സ്പേർട്സും വിശ്വസിക്കുന്ന ബെൻ സ്റ്റോക്സ് വന്ന് ഫാസ്റ്റായിട്ട് പുള്ളിക്കാരൻ ഒരു 82 കൂടെ അടിച്ചോടുകൂടി യെസ്, ഇംഗ്ലണ്ട് വാസ് ഇൻ എ വെരി സ്ട്രോങ് പൊസിഷൻ. 2 ദിവസം കഴിഞ്ഞിട്ട് പോലും ഓവർനൈറ്റ് ഡിക്ലെയർ ചെയ്യാതെ അവർ ആ 3rd ഡേ ഗെയിം കൊണ്ടുപോയിട്ടാണ് ആ ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. ഇതിനിടയ്ക്ക് ശരിക്കും ബുദ്ധിമുട്ടിയെങ്കിലും ഇന്ത്യൻ ബൗളർമാർ ആക്ച്വലി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ദേ മോസ്റ്റ്ലി കെപ്റ്റ് ദ ബോൾ അറ്റ് ദ റൈറ്റ് സ്പോട്ട്. പ്രത്യേകിച്ച് പേസേഴ്സ്. ഇഷാന്ത് ശർമ്മയ്ക്ക് വിക്കറ്റ്സ് അത്രയും നമ്പേഴ്സ് കാണിക്കാനില്ല എങ്കിലും ഇഷാന്ത് ശർമ്മ ബോൾ ബ്യൂട്ടിഫുള്ളി. ജസ്പ്രീത് ബുംറ ആൻഡ് രവിചന്ദ്രൻ അശ്വിൻ, ഈ 2 പ്ലെയേഴ്സും 3 വിക്കറ്റുകൾ ഫസ്റ്റ് ഇന്നിങ്സിൽ നേടി. അവിടെ നിന്ന് ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഇന്ത്യക്ക് മാക്സിമം ഫസ്റ്റ് ഇന്നിങ്സിൽ സ്കോർ ചെയ്യണം. കാരണം ചിദംബരം സ്റ്റേഡിയത്തിലെ അവസാനത്തെ ഇന്നിങ്സിൽ സ്കോർ ചെയ്യുക എളുപ്പമല്ല. കാരണം സാധാരണഗതിയിൽ പിച്ച് ഇളകാറുണ്ട്, അവിടെ നിന്ന് പൊടി വരാറുണ്ട്, ബോൾ ഒരു ബോധവുമില്ലാത്ത രീതിയിൽ ബോൾ ബൗൺസ് ചെയ്യും, ടേൺ ചെയ്യും, അൺഈവൻ ആവും. സോ ഇറ്റ് വാസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ബാറ്റ് 4th ഇന്നിങ്സിൽ. സോ സെക്കൻഡ് ഇന്നിങ്സ്, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ മാക്സിമം റൺ സ്കോർ ചെയ്യണം എന്നൊരു ഉദ്ദേശവുമായിട്ട് ടീം ഇന്ത്യ വന്നുവെങ്കിലും
നമുക്ക് ആദ്യമേ തന്നെ പതുക്കെ നമ്മുടെ ടോപ്പ് ഓർഡറിൽ ഒരു സൈഡിൽ നിന്ന് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നു. ചേതേശ്വർ പുജാര പ്ലേഡ് എ ഗുഡ് നോക്ക്. പുള്ളിക്കാരൻ്റെ യൂഷ്വൽ ഈ പറയുന്ന പോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് 73 റൺസ് ഒരു സൈഡിലെടുത്തു. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ആദ്യമേ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് കാരണം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്താണ് ഒരു സൈഡിൽ പുജാരയുടെ കൂടെ വന്നത്. ആൻഡ് നമുക്കറിയാം ഋഷഭ് പന്ത് ഈസ് എ പ്ലെയർ ഹു പ്ലേസ് 2020 മോഡിലാണ്, വിച്ച് ഇസ് ഫെയർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് പ്രോപ്പർ ടോപ്പ് ഓർഡർ 5 ബാറ്റ്സ്മാൻമാരുണ്ട്. അവരുടെ ജോലിയാണ് അത്യാവശ്യം ടീമിനെ ഋഷഭ് പന്തിലേക്ക് എത്തിക്കുമ്പോൾ ബൗളർമാരെ തളർത്തി കൊടുക്കുക. ഋഷഭ് പന്ത് ആ ജോലി ഫിനിഷറിൻ്റെ റോളാണ്. പക്ഷേ പുള്ളിക്കാരൻ ആദ്യമേ ബാറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് ഹീ പ്ലേഡ് ദ വേ ഹീ പ്ലേസ്. ഋഷഭ് പന്ത് ഒരു സൈഡിൽ അറ്റാക്ക് ചെയ്യുന്നു, ചേതേശ്വർ പുജാര സെൻസിബിളായിട്ട് നിൽക്കുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു പ്രതീക്ഷ നൽകി. അൺഫോർച്ചുനേറ്റ്ലി 91 റൺസ് എടുത്ത ഋഷഭ് പന്തും 73 റൺസ് എടുത്ത പുജാരയുടെയും വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യ വലിയൊരു ഡെഫിസിറ്റ് ഫേസ് ചെയ്യായിരുന്നു. അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ കളിച്ചു വന്ന ആ ഗെയിമിൻ്റെ ഒരു കോൺഫിഡൻസിൽ വാഷിങ്ടൺ സുന്ദർ ആലോചിച്ചു ഈസ് ജസ്റ്റ് പ്ലേയിങ് ഹിസ് സെക്കൻഡ് ഗെയിം, ബട്ട് ബാറ്റിങ്ങിൽ ഹി ഹാസ് ബീൻ ഓൺ ടോപ്പ് നോച്ച് ഫോം. പുള്ളിക്കാരൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ച് ഒരു 85 റൺസ് നോട്ട് ഔട്ട് നേടിയതോടുകൂടി ആ ഒരു വാഷിങ്ടൺ സുന്ദർ ഇന്നിങ്സാണ് ഒരു ലെവലിന് വളരെ മോശം എന്ന് പറയുന്നതിൽ നിന്ന് 337 എന്ന് പറയുന്ന ഓക്കെ എന്ന് പറയാവുന്ന ഒരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ. നമ്മുടെ സ്കോർ വുഡ് ഹാവ് ബീൻ ഓക്കെ ഹാഡ് എന്താ പറയുക ഇംഗ്ലണ്ട് ആദ്യമേ 500-ൽ കൂടുതൽ റൺസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ. പോട്ടെ, ഇന്ത്യയെ വേണമെങ്കിൽ ഫോളോ ഓൺ ചെയ്യിക്കാം എന്ന് പറയുന്ന 200 റൺസിൻ്റെ മുകളിലുള്ള ലീഡ് ഉണ്ടായിട്ടും ഇംഗ്ലണ്ടിന് അറിയായിരുന്നു 4ാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യ തിരിച്ച് ബാറ്റ് ചെയ്യാൻ അയച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് വൻ അബദ്ധം കിട്ടും. അതുകൊണ്ട് അവരാദ്യമേ പോയി വളരെ ഫാസ്റ്റായിട്ട് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പോയി. ആ സമയത്ത് ഇന്ത്യൻ ബൗളർമാർ ആക്ച്വലി ബോൾഡ് വെരി വെൽ. പ്രത്യേകിച്ച് രവിചന്ദ്രൻ അശ്വിൻ 61 റൺസ് വിട്ടുകൊടുത്ത് 6 വിക്കറ്റുകൾ നേടി. ആ ഒരു ബൗളിംഗ് പെർഫോമൻസിൻ്റെ മികവിൽ വലിയൊരു സ്കോറിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ 178 റൺസ് ആയപ്പോഴത്തേക്കും ഇംഗ്ലണ്ടുകാർ സെക്കൻഡ് ഇന്നിങ്സിൽ ഓൾ ഔട്ടായി, വിച്ച് വാസ് ആക്ച്വലി എ ഗുഡ് പെർഫോമൻസ്. ആലോചിച്ച് നോക്കുക, ആദ്യ ഇന്നിങ്സിൽ അവരുടെ ബൗളർമാർ തിളങ്ങിയതൊക്കെ ഒരു സൈഡിൽ ഡോം ബെസ്സിൻ്റെ 4 വിക്കറ്റ് വാസ് വെരി കീ. പക്ഷേ ബാക്കി എല്ലാവരും പിച്ച്ഡ് ഇൻ. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വിക്കറ്റുകൾ പല വഴിക്കും നമ്മൾ എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് ഉൾപ്പെടെ ശരിയാണ്. പക്ഷേ 4ാം ഇന്നിങ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ വി ഹാഡ് എ ടാസ്ക്. ഒരുപക്ഷെ റെക്കോർഡ് നേട്ടമൊക്കെ ആയേനെ നമ്മളത് ജയിച്ചിരുന്നുവെങ്കിൽ, പക്ഷേ ജയിക്കാനൊരു സാധ്യത ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ നമ്മൾ ലാസ്റ്റ് ഗെയിം ആ ഗാബയിൽ വെച്ച് നടന്ന ഗെയിം ജയിച്ചത് തന്നെ ആ ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ നമ്മൾ ജയത്തിന് വേണ്ടി പോകും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. ബട്ട് വാസ് ദാറ്റ് എ റോങ് ടാക്ടിക്? വെൽ, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇംഗ്ലണ്ട് ബോൾ ബ്യൂട്ടിഫുള്ളി മാൻ. കാരണം തുടക്കത്തിൽ ശുഭ്മൻ ഗിൽ ഒരു ഫാസ്റ്റായിട്ട് പ്ലേ ചെയ്ത്, അതായത് മേ ബി ടാർഗറ്റ് ചേസ് ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ പുള്ളിക്കാരൻ ഒരു 50 സ്കോർ ചെയ്തു. ബട്ട് ദ പ്രോബ്ലം വാസ് മറു സൈഡിൽ വിക്കറ്റുകൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. വിരാട് കോഹ്ലി പ്ലേഡ് എ ബ്യൂട്ടിഫുൾ നോ. കാരണം എല്ലാവരും, ഈവൻ ഈ പറഞ്ഞ പോലെ വാഷിങ്ടൺ സുന്ദറോ അശ്വിനോ ഈവൻ ഋഷഭ് പന്ത് എന്ന് പറയുന്ന ടോപ്പ് പ്രോപ്പർ ബാറ്റ്സ്മാൻമാരൊക്കെ പോയതിന് ശേഷം പോലും ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വിരാട് കോഹ്ലി കളിക്കാൻ ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് എ ഹ്യൂജ് മൗണ്ടൻ ടു ക്ലൈം. അതിനുള്ള സമയവും ബാക്കി കൂടെയുള്ള റിസോഴ്സസും ഇല്ലായിരുന്നു. ഹി പ്ലേഡ് എ ബ്യൂട്ടിഫുൾ 72 എന്ന് പറയാം. പക്ഷേ ഒരു ഹൈലൈറ്റ് ഓഫ് ദാറ്റ് ഇന്നിങ്സ് വാസ് ബൗളിംഗ് ഫ്രം ഇംഗ്ലണ്ട് ബൗളേഴ്സ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ വിക്കറ്റുകൾ നേടിയ പേസർ. കാരണം ആദ്യത്തെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ 3 പ്ലെയേഴ്സും സ്പിന്നേഴ്സാണ്. അതിനുശേഷം ജെയിംസ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേസർ വീണ്ടും 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 നമ്മളെ ഇംപ്രസ് ചെയ്യണം, മേ ബി വിത്ത് എസ് ഫിറ്റ്നസ് ആസ് വെൽ. കാരണം 30 വയസ്സിന് ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് അത് ഇത്രയും നല്ല സ്ട്രൈക്ക് റേറ്റിൽ നേടിയ വേറൊരു പ്ലെയർ ഉണ്ടായിട്ടില്ല. അന്ന് ആലോചിച്ച് നോക്കുക. വി ആർ ടോക്കിംഗ് ആൻഡ് കമ്പയറിംഗ് വിത്ത് പ്ലെയേഴ്സ് ലൈക്ക് കോട്ട്നി വാൾഷ് ആൻഡ് ഗ്ലെൻ മെഗ്രോ പോലെയുള്ള പ്ലെയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഗായ് ജെയിംസ് ആൻഡേഴ്സൺ ഇപ്പോഴും ഈസ് ഓൺ ടോപ്പ് ഫിറ്റ്നസ്. ആൻഡ് ആ ബൗളിൻ്റെ കൺട്രോൾ ഉണ്ടല്ലോ. സെക്കൻഡ് ഇന്നിങ്സിൽ നമ്മൾ ആ അജിങ്ക്യ രഹാനെയുടെയും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ശുഭ്മൻ ഗില്ലിൻ്റെയും വിക്കറ്റ് പോകുന്നത് കണ്ടു. അൺബിലീവബിൾ. ആ ഒരു ലെങ്ത്തും അതിൽ നിന്നുള്ള മൂവ്മെൻറ്റും അത് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഫിറ്റ്നസ്സും. ഹീ ഈസ് എ ടോപ്പ് ക്വാളിറ്റി പേസർ ദാറ്റ് ഇംഗ്ലണ്ട് ഹാസ്. ആലോചിച്ച് നോക്കുക, സ്റ്റുവർട്ട് ബ്രോഡ് ഈ കളി കളിച്ചിട്ടില്ല. അടുത്ത കളി മേ ബി ചിലപ്പോൾ ആൻഡേഴ്സനെ റെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിൽ നിൽക്കുകയാണ്. ബട്ട് ബ്രില്യൻ. ആൻഡ് ഓൾസോ മറു സൈഡിൽ ജാക്ക് ലീച്ച് എന്ന ബോളറിന് 4 വിക്കറ്റും പുള്ളിക്കാരൻ ഓൾസോ കെയിം ഗുഡ് ഇൻ ദ സെക്കൻഡ് ഇന്നിങ്സ്. ഇവൻച്വലി ഇന്ത്യ
ബണ്ടിൽഡ് ഔട്ട് വളരെ മോശമായ സ്കോറിൽ 227 എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ മാർജിനിലാണ് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഗെയിം ജയിച്ചത്. മേ ബി പറയാം ഇന്ത്യ മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ്. ബട്ട് ദിസ് ജനറേഷൻ ഓഫ് ക്രിക്കറ്റേഴ്സ് they can bounce back. So let's see if they are able to do that in the second game. ഒരേ സമയം നമുക്ക് 3 ടെസ്റ്റ് മത്സരങ്ങൾ ക്രിക്കറ്റ് ഫാൻസിന് ഉള്ളൊരു ഓപ്ഷൻ ഉള്ള ഒരാഴ്ചയായിരുന്നു. കാരണം ഇന്ത്യയുടെ ഗെയിം നടക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ വെച്ചിട്ട് പാകിസ്ഥാൻ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നടക്കുകയായിരുന്നു. ഫസ്റ്റ് ഗെയിം ജയിച്ച കോൺഫിഡൻസ് ഉണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നല്ല ക്വാളിറ്റി പേസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പേസേഴ്സിന് സഹായം കിട്ടുന്ന ഒരു പിച്ചുകൾ പാകിസ്ഥാനിൽ പണ്ടേ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ സൗത്ത് ആഫ്രിക്കൻ ആൻഡ്രിച്ച് നോട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം ഔട്ട് ആൻഡ് ഔട്ട് പേസിൽ വളരെ ഡിസിപ്ലിനായിട്ട് എറിയുന്ന ഒരു ബൗളർ കൂടിയാണ്. കാരണം നമുക്കറിയാം മേ ബി അവരുടെ പ്രൈം മെയിൻ ബൗളർ എന്ന് പറയുന്നത് കഗീസോ റബാഡയാണ്. പക്ഷേ എന്നാൽ പോലും നോട്ടിയുടെ പേസ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാൾ ഈവൻ IPL ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകളിൽ ദാറ്റ് വാസ് എ ടോക്കിംഗ് പോയിന്റ്. ആ ഒരു ടോക്കിംഗ് പോയിന്റും പേസ് അറ്റാക്കും ഒക്കെ മുൻനിർത്തി നോക്കുമ്പോൾ പാകിസ്ഥാൻ നേടിയ 272 എന്ന് പറയുന്നത് അത്രയും മോശം ഒരു സ്കോറല്ല. ഐ മീൻ ആ കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ അത് സഹായിച്ചതെന്ന് പറയുന്നത് ബാബർ അസം എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റൻ്റെയും ഫഹീം അഷ്റഫ് എന്ന് പറയുന്ന അവരുടെ ലോവർ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഇവർ രണ്ടുപേരും കൂടെ നേടിയ ആ ഒരു 70+ ഇൻഡിവിജ്വൽ സ്കോർസും കൂടെ ചേർത്ത് തെറ്റില്ലാത്ത ആ കണ്ടീഷൻസ് കൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് സ്കോർ ഒരു 272 എന്ന സ്കോറിലേക്ക് പാകിസ്ഥാൻ എത്തി. ബട്ട് തിരിച്ച് കളിക്കാൻ വന്നപ്പോൾ ഹസൻ അലി 5 വിക്കറ്റ്, അതായത് നോട്ടിയെ നേടിയ അതേപോലെ അതിന് ഈക്വൽ ആൻസർ കൊടുക്കുക എന്ന് പറയുന്ന പോലെ 54 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റുകൾ ഹസൻ അലി നേടിയപ്പോഴത്തേക്കും വളരെ നിസ്സാരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 201 എന്ന് പറയുന്നൊരു സ്കോറിന് സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ഇന്നിങ്സ് ബണ്ടിൽഡ് ഔട്ട്. അവിടെയും ആലോചിക്കേണ്ടത് ഈ ഫുൾ സീരീസിൽ ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമമായെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും മെയിനായിട്ട് അവർ കൺസിഡർ ചെയ്ത അവരുടെ ഫോമർ ക്യാപ്റ്റൻ അവരുടെ ബാറ്റ്സ്മാൻ ഫാഫ് ഡുപ്ലസി ആ ഒരു ബാറ്റിംഗ് ഫോമിലേക്ക് ഉയർന്നില്ല എന്ന് പറഞ്ഞത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വൻ ഇഷ്യൂ ആയിട്ടുണ്ട്. അവിടെ നിന്ന് രണ്ടാമത്തെ ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ വന്ന പാകിസ്ഥാൻ വീണ്ടും അവർ ഫസ്റ്റ് ഇന്നിങ്സിൽ കളിച്ചതുപോലത്തെ ഒരു സ്കോറിലേക്ക് എത്തുകയാണ്. ദിസ് ടൈം but that was anchored by our wicket keeper batsman Mohammad Rizwan, who was actually having a very good series. We'll come to that. അപ്പോൾ റിസ്വാൻ്റെ 115 റൺസിൻ്റെ ആ ഒരു പിൻബലത്തിൽ 298 എന്ന് പറയുന്ന രണ്ടാം ഇന്നിംഗ് സ്കോർ വിച്ച് ആക്ച്വലി സൗത്ത് ആഫ്രിക്കയ്ക്ക് തെറ്റില്ലാത്തൊരു ഫോർത്ത് ഇന്നിംഗ് സ്കോർ ചേസ് ചെയ്യേണ്ടി വരുന്നു. അത് ഇറ്റ് വാസ് നോട്ട് എ ബാഡ് സ്കോർ. ഫസ്റ്റ് ഇന്നിങ്സിൽ വന്ന ലീഡും കൂടെയൊക്കെ ചേർത്ത് നോക്കിയപ്പോഴത്തേക്ക് 350+ വാസ് ഡെഫിനറ്റ്ലി നോട്ട് ആൻ ഈസി ആസ്. പക്ഷേ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും സൗത്ത് ആഫ്രിക്ക കുറച്ചും കൂടെ ഡിറ്റർമിൻഡ് ആണെന്ന് തോന്നിപ്പോയി. കാരണം അവരുടെ ഓപ്പണർ തന്നെ ഐഡൻ മാർക്രമിൻ്റെ ഒരു സെഞ്ചുറി അതിന് നല്ലൊരു സപ്പോർട്ട് നൽകി. 108 റൺസ് മാർക്രം അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സപ്പോർട്ടഡ് ബൈ അവരുടെ വൈസ് ക്യാപ്റ്റൻ ടെമ്പ ബവൂമ ഹൂ സ്കോർഡ് 61 റൺസ്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പ ബവൂമയുടെ ഒരു ബാലൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇടയ്ക്കൊരു സമയത്ത് വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായി മാറുമെന്നൊരു പ്രോമിസ് വന്നിട്ട് എവിടെയോ ചെറുതായിട്ടൊന്ന് ഫോൾട്ടറായി, അല്ലെങ്കിൽ ഹീ നീഡ്സ് ടു സെറ്റ് ഹിസ് പ്രയോറിറ്റീസ് റൈറ്റ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നൊരു ചിന്ത കൂടിയുണ്ട്. മേ ബി ദർ ഇസ് സ്റ്റിൽ ടൈം ഹോപ്പ്ഫുള്ളി എന്ന് പറയുന്നൊരു സാധനമാണ്. പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സിലേന്ന് പോലെ തന്നെ ഇത്തവണയും സൗത്ത് ആഫ്രിക്ക ആ ടാർഗറ്റിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പാക്കിയത് ഹസൻ അലി വീണ്ടും ഫസ്റ്റ് ഇന്നിങ്സിൽ നേടിയതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലും പുള്ളിക്കാരനൊരു 5 വിക്കറ്റ് ഹോൾ എടുത്തത്. ഫസ്റ്റ് ഇന്നിങ്സിൽ 5, സെക്കൻഡ് ഇന്നിങ്സിൽ 5. അങ്ങനെ സൗത്ത് ആഫ്രിക്കയുടെ ഡിസ്ട്രക്ടർ ഇൻ ചീഫായി പുള്ളിക്കാരനായിരുന്നു മാൻ ഓഫ് ദ മാച്ച് ഹസൻ അലി. ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു സെഞ്ചുറി പെർഫോമൻസ് ബാറ്റിലൂടെ വന്നത് മാത്രമല്ല, ആദ്യത്തെ ടെസ്റ്റിലും ഈ ടെസ്റ്റിലും കൂടെ ആയിട്ട് പുള്ളി ബിഹൈൻഡ് ദ സ്റ്റെംസ് നേടിയ ക്യാച്ചുകൾ ആൻഡ് ചില റൺഔട്ടുകൾ എല്ലാം കൂടെ കണക്കിലെടുത്ത് മാൻ ഓഫ് ദ സീരീസ് ആയിട്ട് മുഹമ്മദ് റിസ്വാനെ ഡിക്ലെയർ ചെയ്യായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ ബാഡ് ഔട്ടിംഗ് ഫോർ പാകിസ്ഥാൻ. കാരണം പ്രോപ്പറായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിന് മുമ്പുള്ള സീരീസൊക്കെ വന്നു എഗെയിൻസ്റ്റ് സിംബാബ്വെ, ബട്ട് ഒരു വലിയ മേജർ ടീം തിരിച്ച് പാകിസ്ഥാനിൽ വന്ന് ഗെയിം കളിച്ച് തുടങ്ങുക എന്നൊക്കെ പറയുന്ന പോലത്തെ 1-2 സ്റ്റോറീസും കൂടെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ദിറ്റ് വാസ് നോട്ട് എ ബാഡ് വേ ടു ആക്ച്വലി റാപ്പ് ദ സീരീസ്. സൗത്ത് ആഫ്രിക്കനെ 2-0 തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര പോക്കറ്റിലാക്കി പാകിസ്ഥാൻ. ഈ ആഴ്ച നടന്ന മൂന്നാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ വർത്തമാനത്തിലേക്ക് വരാം. സോ വൺ ഡേയിൽ ദയനീയമായിട്ട് പരാജയം നേടിയെടുത്തു പറയാം. 3 കളികളും തോറ്റതിന് ശേഷം അതിന് പകരം വീട്ടുവോളമായിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ
ചരിത്രപരമായിട്ടൊരു ജയം ചിറ്റഗോങ്ങിൽ വന്നത് എഗെയിൻസ്റ്റ് ഹോസ്റ്റ് ബംഗ്ലാദേശ്. റിമെമ്പർ, ഇന്ത്യ ഓസ്ട്രേലിയയിൽ ഗബയിൽ ജയിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഏത് രീതിയിൽ സംസാരിച്ചോ അതേപോലെ ഒരു ഫോർത്ത് ഇന്നിങ്സിൽ ഒരു മാജിക്കൽ നോക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു റെക്കോർഡ് ജയം വെസ്റ്റ് ഇൻഡീസ് ജയിക്കുന്നത്. നോ, ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. സോ ആദ്യം ബംഗ്ലാദേശ് ബാറ്റിങ്ങിനായിട്ട് വരുന്നു. ബംഗ്ലാദേശ് 430 റൺസ് അടിക്കുന്നു. അതും അവരുടെ നമ്പർ 8 ആയിട്ട് ഇറങ്ങുന്ന ബാറ്റ്സ്മാനാണ് അവർക്ക് സെഞ്ചുറി അടിച്ചിട്ട്, അതായത് നമ്മുടെ കഴിഞ്ഞ ഗെയിമിൽ രവിചന്ദ്രൻ അശ്വിൻ ബാറ്റ് ചെയ്യാൻ വന്നൊരു പൊസിഷനിൽ നിന്ന് ഒരു സെഞ്ചുറി വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ ആലോചിച്ച് നോക്കുക. മെഹദി ഹസൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗംഭീര പെർഫോമൻസ് വിത്ത് ദ ബാറ്റ് ആൻഡ് ദ ബോൾ എന്ന് പറയുന്ന ഒരു നല്ല ഓൾറൗണ്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ 103 റൺസിൻ്റെ ബലത്തിലാണ് 430 എന്ന സ്കോറിലേക്ക് അവരെത്തുന്നത്. അവിടെ നിന്ന് തിരിച്ചു ബാറ്റ് ചെയ്യാൻ വേണ്ടി വെസ്റ്റ് ഇൻഡീസ് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേപ്പർ എടുത്ത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ടെസ്റ്റ് ടീമിനെ നോക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ജെയ്സൺ ഹോൾഡർ പോലും ഇല്ലാത്ത ഒരു വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ടെസ്റ്റ് ടീം നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയും ആരും വെച്ചില്ല. അതുകൊണ്ട് 259 റൺസിന് ഒരു ഓൾ ഔട്ട് ആയപ്പോൾ നോബഡി വാസ് റിയലി സർപ്രൈസ്ഡ്. വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ ക്രെയ്ഗ് ബ്രെയ്ത്വെയ്റ്റിൻ്റെയും ബ്ലാക്ക്വുഡിൻ്റെയും ഒക്കെ ഒരു ഹാഫ് സെഞ്ചുറി ഒരു പരിധി വരെ അവരെ 259 എത്തിച്ചെങ്കിലും ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പണ്ട് 2001 ആ ചരിത്രമുറങ്ങുന്ന കൊൽക്കത്ത ടെസ്റ്റിൽ 171 എന്ന നമ്പറിൻ്റെ ഒരു ഗെയിമൊക്കെ പറഞ്ഞല്ലോ. 171 റൺസിൻ്റെ ലീഡ് ബംഗ്ലാദേശിന് ഈ ഗെയിമിലുണ്ട്, ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും. സോ ദേ വെർ കോൺഫിഡൻറ്റ്. സെക്കൻഡ് ഇന്നിങ്സിൽ ആലോചിച്ച് നോക്കുക, അവരുടെ ക്യാപ്റ്റൻ മൊമിനുൽ ഹക്ക് ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഒരു സെഞ്ചുറി അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ സെഞ്ചുറി അടിച്ചിട്ട് പോലും അവർ ഓൾ ഔട്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. 223 റൺസ് ആയപ്പോഴത്തേക്കും ഗെയിം അവർ ഡിക്ലെയർ ചെയ്യായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 395 റൺസ് ചേസ് ചെയ്യാൻ പോകുന്നു എന്ന് ആലോചിച്ചു. ഫസ്റ്റ് ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ച അവരുടെ ഓൾറൗണ്ടർ മെഹദി ഹസൻ ബൗള് കൊണ്ട് 4 വിക്കറ്റ് നേടിയപ്പോൾ മേ ബി പുള്ളിക്കാരൻ സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചും കൂടെ പിച്ച് കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോഴത്തേക്കും വീണ്ടും ആ ബൗളിങ്ങിൽ വിശ്വസിച്ച് വെസ്റ്റ് ഇൻഡീസിനെ എത്രയും വേഗം ഓൾ ഔട്ട് ആക്കാമെന്നുള്ളതായിരുന്നു ചിന്ത. അതെല്ലാം തെറ്റിച്ചത് ഒരു ഫസ്റ്റ് ടൈം ക്രിക്കറ്റ്, ഒരു ഡെബ്യൂ മാച്ച് കളിക്കുന്ന, തൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ മാച്ച് കളിക്കാൻ ഇറങ്ങുന്ന കൈൽ മയേഴ്സ് എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ. വാട്ട് എ നോക്ക് മാൻ. പുള്ളിക്കാരൻ ആദ്യത്തെ നോക്ക് ഫസ്റ്റ് ഇന്നിങ്സിൽ 40 റൺസിന് ഔട്ടായി. സെക്കൻഡ് ഇന്നിങ്സ് എല്ലാവരും പറഞ്ഞു ടെൻഷൻ ഉണ്ട്, കണ്ടീഷൻസ് ശരിയല്ല. 59 റൺസിന് 3 വിക്കറ്റ് എന്ന അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ക്രീസിലേക്ക് എത്തി ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അവിടെ നിന്ന് ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്യണം. പിന്നീട് പുള്ളിയുടെ പാർട്ട്ണർ ഔട്ടായതിനു ശേഷവും ഒരു സൈഡിൽ റൺസ് ഇങ്ങനെ നേടിക്കൊണ്ടേയിരുന്നു. 210 റൺസ് നോട്ട് ഔട്ട്, അൺബിലീവബിൾ ഫ്രം എ ഫസ്റ്റ് ടൈമർ. ആലോചിച്ച് നോക്കുക, ഇത് ആദ്യമായിട്ടല്ല ഒരു ഡെബ്യൂ പ്ലെയർ 200 അടിക്കുന്നത്. പക്ഷേ ഒരു ഡെബ്യൂ പ്ലെയർ എല്ലാ കാര്യങ്ങളും തനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരു രാജ്യത്തിൽ ഫോർത്ത് ഇന്നിങ്സിൽ 395 റൺസിന് വേണ്ടിയിട്ട് ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കുക, വിന്നിങ് ദാറ്റ് ഗെയിം, ദിസ് ഈസ് സ്പെഷ്യൽ ബിയോണ്ട് വേർഡ്സ്. റിമെമ്പർ, ഈ 395 റൺസ് ചേസ് ചെയ്ത് ബംഗ്ലാദേശിന് എഗെയിൻസ്റ്റ് ആയിട്ട് വെസ്റ്റ് ഇൻഡീസ് ജയിക്കുന്നത് ഒരു ഏഷ്യൻ രാജ്യത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും ഉയർന്ന ഒരു സ്കോർ ചേസ് ചെയ്ത് പോകുന്നതാണ്. നെവർ ഹാസ് എനി ടീം ചേസ്ഡ് 395 ഇൻ ഹിസ്റ്ററി. ദിസ് ഈസ് ബിഗ് ടൈം. അതും ഒരു ഡെബ്യൂട്ടാൻ്റെ 200 റൺസിൻ്റെ ഹെൽപ്പോട് കൂടി. വാട്ട് എ ഗെയിം മാൻ. ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ യു ക്യാൻ മേക്ക് എ സ്റ്റോറി, യു ക്യാൻ മേക്ക് എ മൂവി ഔട്ട് ഓഫ് ദിസ്. കൺഗ്രാറ്റുലേഷൻസ് വെസ്റ്റ് ഇൻഡീസ്. ഇത് റിപ്പീറ്റ് ചെയ്യുക ഇസ് ഗോണ ബി എൻ ആസ്. ബംഗ്ലാദേശ് കുറച്ചും കൂടെ സടകുടഞ്ഞ് എഴുന്നേക്കും. സെക്കൻഡ് ടെസ്റ്റ് ഇസ് ഗോണ ബി ക്രാക്കർ, ബട്ട് വെൽ പ്ലേഡ് വെസ്റ്റ് ഇൻഡീസ്. ആൻഡ് കൈൽ മയേഴ്സ്, ഹു ഇസ് ദ മാൻ ഓഫ് ദി മാച്ച്, വെൽ ഡിസേർവ്ഡ് സർ. അമേരിക്കൻ ടി വി ചരിത്രത്തിൽ എല്ലാ വർഷവും അവരുടെ ഏറ്റവും വലിയ ഇവൻ്റ് എന്ന് പറയുന്നത് സൂപ്പർ ബോളാണ്. ഇറ്റ്സ് നോട്ട് പോപ്പുലർ, നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലറായ സാധനമല്ല. പക്ഷേ സൂപ്പർ ബോളിന് പല റീസൺസ് ഉണ്ട് നമ്മൾ കാണാൻ. കാരണം സൂപ്പർ ബോളിൻ്റെ ഈവൻ ആ ആഡ് ബ്രേക്കിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, വർഷത്തിലൊരിക്കൽ ഈ കാണിക്കുന്ന പരസ്യത്തിന് വേണ്ടി മുടക്കുന്ന കാശ്, അതിന് നമ്പേഴ്സ് ആർ ക്രേസി. പക്ഷേ അത്രയും പോപ്പുലറാണ് അവർക്ക് സൂപ്പർ ബോൾ എന്ന്. അപ്പോൾ അമേരിക്കൻ ഫുട്ബോളിൽ 2 ലീഗ് ചാമ്പ്യന്മാർ ഒരുമിച്ച് വന്ന് ഫൈനൽ സൂപ്പർ ബോൾ വിന്നർ ആര് എന്നറിയുന്നതിന് വേറെയും ഒരുപാട് സബ് സ്റ്റോറീസ് ഉണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദെയർ ക്വാർട്ടർ ബാക്ക്. ഓക്കെ, ടെംബ ബേ ബുക്കനേഴ്സ് എന്ന ഇപ്പോൾ ജയിച്ച ടീം, അവർ കാൻസസ് സിറ്റി ചീഫ്സിനെയാണ് തോൽപ്പിക്കുന്നത്. ബട്ട് നോബഡി എക്സ്പെക്റ്റഡ് ദാറ്റ് ടു ബി എ 31-9 പോലത്തെ ഒരു മാച്ച്, വിച്ച് ഇവൻച്വലി ഇറ്റ് വാസ്. പക്ഷേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ടോം ബ്രേഡി, അവരുടെ ക്വാർട്ടർ ബാക്ക്. കാരണം
പുള്ളിക്കാരനെ അറിയാമല്ലോ, യു എസിലെല്ലാം ഡ്രാഫ്റ്റിംഗ് സിസ്റ്റമാണ്. ആ ഡ്രാഫ്റ്റിൽ 199 സ്ഥാനത്ത് മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് ആരും വിചാരിച്ചില്ല കോളേജിൽ നിന്ന് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോഴത്തേക്കും, ഫുട്ബോൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഫുട്ബോളാണ്, അവരൊരിക്കലും ആരും വിചാരിച്ചില്ല ഈ പ്ലെയർ ഈസ് ഗോണ ബി സച്ച് എ ബിഗ് നെയിം. പക്ഷേ പാട്രിയറ്റ്സിന് വേണ്ടി കളിക്കുമ്പോഴത്തേക്കും ഹി വാസ് ഓൾറെഡി എ മെഗാ സ്റ്റാർ. 43 വയസ്സ് എന്ന് പറയുന്ന ആ പ്രായത്തിൽ തീർന്നു എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരൻ അവസാനം ഈ ടീമിൽ. ബട്ട് പുള്ളിയുടെ എക്സ്പീരിയൻസ് വെച്ച് മേ ബി ഒരു നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പ്ലെയേഴ്സിനെ ഇൻസ്പയർ ചെയ്യാമെന്നൊരു ചിന്തയുണ്ട്. ബട്ട് എല്ലാ ചർച്ചകൾക്കും ആലോചിച്ച് നോക്കുക, നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര ബിഗ് ആണോ ക്രിക്കറ്റിന്, അത്രയും ബിഗ് ആണ് ടോം ബ്രേഡി. ആൻഡ് അതിന് ഇത്രയും ശക്തമായിട്ട് ഊട്ടിയുറപ്പിക്കാൻ വേറൊന്നുമില്ല. കാരണം 43 years old വിത്ത് എ ന്യൂ ടീം, ബുക്കാനേഴ്സിന് വേണ്ടിയിട്ട് ആ സൂപ്പർ ബോൾ ചാമ്പ്യൻഷിപ്പ് ജയിക്കുക ഇസ് മാസീവ്. ആൻഡ് ആ ഒരു ഗെയിമിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയർ ആൻഡ് ദ വിന്നിങ് മൊമെൻറ്റ് സെലിബ്രേഷൻസ്, വാവ് മാൻ, ഇറ്റ് വാസ് വൺ ഫൺ റൈഡ്. സാധാരണയെക്കാളും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഇത്തവണ സ്റ്റാർട്ട് ചെയ്തത്. കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങളെല്ലാം അതിനൊരു ഫാക്ടറായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് ഇടയ്ക്കൊരു സമയത്ത് ഒരുപാട് അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ടെന്നീസ് പ്ലേയേഴ്സ് എല്ലാവരും ക്വാളിഫയേഴ്സിലെങ്കിലും വരുമായിരുന്നു. പിന്നീട് ഒരു ഫേസിൽ മേ ബി സോംനാഥ് ദേവ് വർമ്മൻ്റെയൊക്കെ ഫോം ഔട്ട് ആയതിനു ശേഷം യുക്കി ബാംറി എവിടെ എത്തുമെന്ന് എല്ലാവരും വിചാരിച്ചു, അവിടെ എത്തിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഇന്ത്യൻ ടെന്നീസ് ഒന്ന് പതുക്കെ ഡൗൺ ആയി. മാത്രമല്ല ഡബിൾസിൽ നമ്മൾ എപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് ഒരു ഡോമിനൻറ്റ് പ്ലെയർ ഉണ്ടായിരുന്നത് പുരുഷ വനിതാ സൈഡിൽ, ഈവൻ സാനിയ മിർസ വന്നപ്പോൾ പോലും അതുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പതുക്കെ ഒരു ഡിക്ലൈൻ സംഭവിച്ചു ഇന്ത്യൻ ടെന്നീസിൽ. ഇത്തവണ പക്ഷേ മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് ക്വാളിഫയേഴ്സിൽ പങ്കെടുത്തു. സുമിത് നഗാൽ എന്ന പ്ലെയർ വാസ് ആക്ച്വലി പ്ലേയിങ് ഇൻ ദ പ്രോപ്പർ ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ മെയിൻ ഡ്രോയിൽ. പക്ഷേ ഫസ്റ്റ് ഗെയിമിൽ തന്നെ ആലോചിച്ചൊക്കെ ഒരു ടോപ്പ് 100 പ്ലെയറിനെ കളിക്കുമ്പോഴത്തേക്കും 130+ റാങ്കിൽ നിൽക്കുന്ന സുമിത് നഗാൽ വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. മേ ബി ആ എക്സ്പീരിയൻസ് വിൽ ഹെൽപ്പ് ഹിം ടു ഗ്രോ. ബട്ട് അടുത്ത ആഴ്ചകൾ അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഈസ് ഗെറ്റിംഗ് ഹോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫേൽ നഡാൽ ആൻഡ് നമ്പർ 1 വേൾഡ് റാങ്ക് നമ്പർ 1 നൊവാക് ജോക്കോവിച്ച് തുടങ്ങിയുള്ള പ്ലേയേഴ്സ് ആർ ലുക്കിംഗ് ഇൻ സബ്ലൈം ഫോം. ആൻഡ് എക്സ്പേർട്സ് ആർ സെയിങ് ദീസ് ടു കുഡ് ബി ഫേസിംഗ് ഈച്ച് അതർ ഇൻ ദ ഫൈനൽസ്. ബട്ട് we should be ready for surprise. ആ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. The next generation of tennis players are very hot and extremely talented, very strong with high pace, എന്താ പറയുക, ground shots and superb athletic players. So looking forward to the second week of Australian Open. But unfortunately ടീം ഇന്ത്യയുടെ ആ ഒരു ചാലഞ്ച് അവസാനിച്ചു എന്ന് പറയുന്നതാണ് പുരുഷ സിംഗിൾ സൈഡിൽ നിന്നുള്ള അൺഫോർച്ചുനേറ്റ് ആയ സ്റ്റോറി. സോ ടെന്നീസിൽ വീണ്ടും ചെറിയ ഇന്ത്യൻ ടാലൻറ്റുകൾ പതുക്കെ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് വരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ഇന്ത്യൻ ഫുട്ബോളിംഗ് ടാലൻസിന് ഗ്രിപ്പ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ISL അല്ലേ. ISL ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ടു ക്ലബ്സ്, എന്താ പറയുക, അവർ തമ്മിൽ ഒരു എന്താ പറയുക നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ATK മോഹൻ ബഗാനും അതിനും മുകളിൽ നിൽക്കുന്ന മുംബൈ സിറ്റി, ഇവരുടെ ഒരു 10 പോയിൻറ്റോളം ഗ്യാപ്പിലാണ് ബാക്കി എല്ലാവരും മത്സരിക്കുന്നത്. അതായത് ഒരു 800 മീറ്റർ റേസിൽ എല്ലാവരും ഓടി 600 മീറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് 1-2 സ്ഥാനക്കാർ ഫിനിഷ് ചെയ്തു എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ആൻഡ് ഈ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 2 ക്ലബ്ബുകൾ, അതായത് മുംബൈ സിറ്റി ആൻഡ് ATK മോഹൻ ബഗാൻ തന്നെ ഒരുപക്ഷെ ഫൈനലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേർ വരാനുള്ള സാധ്യതകളുമുണ്ട്. ആൻഡ് മേ ബി അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു 3-4 ടീമുകളുണ്ട് ഹു ആർ ഷോയിങ് ഗുഡ് പ്രോമിസ്, ലൈക്ക് ഹൈദരാബാദ് FC ഗോവ ആൻഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ജംഷഡ്പൂർ മേ ബി. പക്ഷേ ഇതിൽ റിയലിസ്റ്റിക്കലി ഒരു സെമി ഫൈനലൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ടോപ്പ് റേഞ്ചിൽ ഇവരോട് മത്സരിക്കാൻ കപ്പാസിറ്റി ഉള്ളത് FC ഗോവയ്ക്ക് മാത്രമാണെന്നുള്ള ഒരു തോന്നൽ മൊത്തത്തിൽ ആ ഒരു ഫുട്ബോളിംഗ് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സ് ആർ ഹാവിങ് അനദർ സീസൺ ടു ഫോർഗെറ്റ്. ബട്ട് പ്രോമിസിങ് ആയിട്ടുള്ള ചില ടാലൻറ്റുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഓഫ് സീസണിലും ഇവർക്ക് ഏതെങ്കിലുമൊക്കെ മേ ബി ചില ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്സോ പ്രാക്ടീസിന് വേണ്ടി പോവുകയോ കളിക്കുകയോ ഇവരെ ടീമിനെ സെറ്റാക്കിയെങ്കിൽ മേ ബി നെക്സ്റ്റ് ഇയർ they could be huge. But this year definitely belongs to Mumbai City and ATK Mohan Bagan. Will FC Goa be able to അവർക്കൊരു സർപ്രൈസ് ആയിട്ട് ആ ഒരു പ്ലേ ഓഫ് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ പീക്ക് ഫോമിലേക്ക് എത്താൻ പറ്റിയാൽ we will have a brilliant playoff. Almost there, ആ ഫൈനൽ സ്ട്രേറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഈ ആഴ്ച യൂറോപ്പിൽ നമ്മുടെ കപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്ന സമയമാണ്. അതായത് ഇംഗ്ലണ്ടിൽ FA കപ്പ് നടക്കുന്നു, സ്പെയിനിൽ അവരുടെ കിങ്സ് കപ്പ് എന്നറിയപ്പെടുന്ന
കോപ്പ ഡെൽ റേ എടുക്കുന്നു, കോപ്പ ഇറ്റാലിയ നടക്കുന്നു, അങ്ങനെ എല്ലാ രാജ്യത്തും അവരുടെ കപ്പ് ടൂർണമെൻറ്റ്സ് നടക്കുകയായിരുന്നു. സെവിയ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മാത്രമല്ല യൂറോപ്പ ലീഗ് എത്തുമ്പോഴത്തേക്കും സെവിയയ്ക്ക് ഒരു മൂഡാണ്. എന്ന് വെച്ചാൽ സെവിയനെ യൂറോപ്പ ലീഗിൽ തോൽപ്പിക്കുക ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ബേസിക്കലി പറഞ്ഞാൽ ലീഗ് ഫോർമാറ്റിൽ നിന്ന് മാറി ആ ഒരു നോക്കൗട്ട് സ്റ്റേജ് എത്ര ഹൈ പ്രഷർ ഗെയിംസ് ആണെങ്കിലും ഡീൽ ചെയ്യാനുള്ളൊരു സ്കിൽ സെവിയയ്ക്ക് ഉണ്ടെന്ന് തോന്നിപ്പം. ഈവൻ ഇഫ് ദേ ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് ദ ബെസ്റ്റ്. കാരണം ഇന്റർ മിലാനെ തോൽപ്പിച്ചിട്ടാണ് അവർ കഴിഞ്ഞ തവണ യൂറോപ്പ ലീഗ് ഫൈനൽ ജയിക്കുന്നത്. നോട്ട് ഈസി. അതുകൊണ്ട് തന്നെ ബാഴ്സലോണനെ ഈ കപ്പ് ഫോർമാറ്റിൽ അവരുടെ കിങ്സ് കപ്പ് എന്ന് പറയുന്ന കോപ്പ ഡെൽ റേയുടെ ഈ ഒരു റൗണ്ട് ഓഫ് മത്സരം, റിമെമ്പർ, ബാഴ്സലോണയ്ക്ക് തിരിച്ചു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാർച്ച് മാസം ആദ്യത്തെ ആഴ്ചയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം ബാഴ്സലോണയിൽ വെച്ച് നടക്കുന്നത്. ബട്ട് സെവിയയിൽ വെച്ച് ഗെയിം നടന്നപ്പോഴത്തേക്കും 2-0 എന്നൊരു സ്കോറിന് ബാഴ്സലോണ ഈസ് നോട്ട് ഹാവിങ് ആൻ എക്സ്ട്രീംലി ഗുഡ് സീസൺ, ബട്ട് സെവിയ പ്ലേഡ് എ ബ്രില്യൻ മാച്ച് ടു വിൻ ഇറ്റ് 2-0. 2-0 ആ മത്സരം ജയിച്ച് മേ ബി സാധാരണഗതിയിൽ സെവിയയുടെ ആ ഒരു ഡിഫെൻസീവ് ടാക്ടിക്കുകളും ആ നോക്കൗട്ട് സ്റ്റേജിൻ്റെ എക്സ്പീരിയൻസും കുഡ് ബി ഹാൻഡി. സോ വി ആർ ഇൻ ഫോർ എ ട്രീറ്റ് വെൻ ദിസ് ഗെയിം വിൽ ബി ഹാപ്പനിങ് ഇൻ ദ ന്യൂ ക്യാമ്പ്. ബാഴ്സലോണയിൽ നിന്ന് പോയ കളിക്കാർ ചിലപ്പോൾ അവരെ ഹണ്ട് ചെയ്യാറുണ്ടെന്നുള്ളൊരു സ്ഥിരം പാറ്റേൺ ഡയലോഗുണ്ട്. മേ ബി അത് ചിലപ്പോൾ കോപ്പ ഡെൽ റേയുടെ ആ ഒരു മത്സരത്തിൽ ഇവാൻ റാക്കിറ്റിച്ചിൻ്റെ ഗോൾ മേ ബി കൺഫേംസ് ദാറ്റ്. ബട്ട് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ഇറ്റലി. ഇറ്റലിയിൽ കോപ്പ ഇറ്റാലിയ മത്സരങ്ങളിൽ വളരെ രസകരമായിട്ട്, അതായത് അവരുടെ ടോപ്പ് ഫ്ലൈറ്റിൽ ഹൈ ഫ്ലൈയിങ് ആയിട്ടുള്ള 2 ടീമുകൾ ഹു ആർ ഓൾസോ ആക്ച്വലി വെരി സ്ട്രോങ് ടീംസ് അവരുടെ യൂറോപ്യൻ സർക്യൂട്ടിൽ പോലും. സോ അറ്റ്ലാന്റ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 സീസണിൽ ഏറ്റവും യൂറോപ്പിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. ദേ ആർ അപ്പ് അഗെയിൻസ്റ്റ് നാപ്പോളി ഹു ഇസ് വെൽ സെറ്റിൽഡ്, വെൽ റൗണ്ടഡ് ഓഫ് ടീം, ആൻഡ് വി ഗോട്ട് എ ബ്രില്യൻ മാച്ച്. ആലോചിക്കുക, ഫസ്റ്റ് ലെഗ് 0-0 ആയിരുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ ഒരു ഗോൾ വന്നു കഴിഞ്ഞാൽ ഫുൾ ഇക്വേഷൻസ് മാറുമായിരുന്നു. ആ ഫസ്റ്റ് ഗോൾ കെയിം ഫ്രം ഡുവാൻ സപ്പാറ്റ എന്ന് പറയുന്ന അവരുടെ ഫോർവേഡ്. അറ്റ്ലാന്റ വാസ് സ്ട്രൈക്കിംഗ് ഗോൾഡ്. 3-1 എന്നൊരു സ്കോറിന് അറ്റ്ലാന്റ ജയിച്ചു. അടുത്ത റൗണ്ടിലേക്ക് അവർ ക്വാളിഫൈ ചെയ്തു വിത്ത് ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഗോൾ കമ്മിങ് ഫ്രം മാറ്റയോ പെസീന. സോ അറ്റ്ലാന്റയ്ക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ ഒരു സെറ്റ് ഓഫ് റേഞ്ചിൽ നിന്ന് അവർക്ക് ഗോൾ വരാറുണ്ട്. അവരുടെ മിഡ്ഫീൽഡിൽ നിന്നും അവരുടെ വിങ്ങേഴ്സും സ്ട്രൈക്കേഴ്സും ഫുൾ ഫ്രണ്ടഡ് അറ്റാക്കാണ് അറ്റ്ലാന്റ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് അവരെ ഈ ലെവലിലേക്ക് എത്തിച്ച്. ഗോൾ വഴങ്ങും, അത് അവർക്ക് പ്രശ്നമല്ല. 2 ഗോൾ വഴങ്ങിയാലും 4 അടിക്കാമെന്നൊരു കോൺഫിഡൻസ്. ബ്രില്യൻ ഫുട്ബോളിൻ്റെ ആ ഒരു എന്താ പറയുക, ത്രില്ലർ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് കാണണമെങ്കിൽ അറ്റ്ലാന്റയുടെ ഗെയിംസ് കാണണമെന്ന് ഇപ്പോഴും എല്ലാവരും പറയാറുണ്ട്. സോ ദാറ്റ് വാസ് ഇറ്റ്. അറ്റ്ലാന്റ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ റീച്ചിങ് ദ നെക്സ്റ്റ് റൗണ്ട് ഇൻ കോപ്പ ഇറ്റാലിയ. സോ മാത്തമാറ്റീഷ്യൻസും കൂടെ നമുക്ക് ആവാനുള്ള സമയമാണ്. അതായത് ക്രിക്കറ്റ് ഭ്രാന്തന്മാരാണ്, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ ഫാൻസ് ആണെങ്കിൽ വീണ്ടും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാനുള്ള കണക്കുകൾ കൂട്ടിത്തുടങ്ങണമെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2ാമത്തെ ടെസ്റ്റിൻ്റെയും കൂടെ ചെറിയൊരു റിസൾട്ട് ഏത് രീതിയിൽ പോകുന്നത് അറിയണം. സോ വി ആർ പ്ലെൻറ്റി ടു ടോക്ക് അബൌട്ട്. ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 2020 ടൂർണമെൻറ്റുകളും ബാക്കി വേൾഡ് ഓവർ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ വിശേഷങ്ങൾ, ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ നെക്സ്റ്റ് റൗണ്ട് വിച്ച് ഈസ് ഗോണ ബി വെരി ഇൻട്രസ്റ്റിംഗ്. നിറയെ വർത്തമാനങ്ങൾ അറൗണ്ട് ദ വേൾഡ് ഓഫ് സ്പോർട്സ്, അതിൻ്റെ അനാലിസിസ് എല്ലാം നെക്സ്റ്റ് വീക്ക് സെയിം ടൈം സെയിം പ്ലേസ് സ്പോർട്സ് വീക്കെൻഡിൽ. Until then, this is RJ Vishnu signing off. Peace. Over and out.